സുപ്രധാന വിഷയം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന തർക്കം. വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസിന് നൽകിയ കത്ത് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. അതിതീവ്ര ദുരന്തമാണോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഹർജി അടുത്തയാഴ്ച പരിഗണിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഹൈക്കോടതിയിൽ നടക്കുന്നത്. ഇന്നലെയാണ് സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ രേഖാമൂലം കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി കോടതിയിൽ ഉണ്ടായിട്ടുണ്ടോ? സജിത്ത, ഇക്കാര്യത്തിൽ അതായത് വയനാട് അതിതീവ്ര ദുരന്ത മേഖലയാണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. 4 മാസമായി ഈ ദുരന്തം നടക്കുക. ഇത്ര കാലമായിട്ടും കേന്ദ്രം എന്താണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് എന്നാണ് ഹൈക്കോടതി ആരാഞ്ഞത്. മാത്രമല്ല, അമിക്കസ് ക്യൂറി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സമയപരിധി നിശ്ചയിക്കണം, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപ്രകാരം 2 ആഴ്ചയ്ക്കകം കേന്ദ്രത്തോട് ഈ കാര്യത്തിൽ മറുപടി നൽകണം. ഇന്ന് തന്നെ ഈ കാര്യത്തിൽ മറുപടി നൽകാമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഉന്നതതല യോഗം ചേരണം. ഉന്നതതല യോഗം ചേരാത്തത് കൊണ്ടാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയാത്തത് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകില്ല എന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതിനിധിയായ കെ വി തോമസിന് ലഭിച്ചിരിക്കുന്ന കത്തിൽ അത്തരത്തിലുള്ള പരാമർശമാണുള്ളത്. അതേസമയം കോടതി തിരിച്ചു ചോദിക്കുകയും ചെയ്തു, കൂടുതൽ ഫണ്ട് നൽകില്ല എന്ന് കേന്ദ്രം എവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണല്ലോ കോടതി ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, അടുത്ത ആഴ്ച കേന്ദ്രത്തോട് ഈ കാര്യം വ്യക്തമാക്കണം എന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതിതീവ്ര ദുരന്തമാണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ വിശദീകരണം നൽകാമെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചിട്ടുണ്ടോ. ഇപ്പോൾ പുനരധിവാസത്തിന്റെ സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ കാര്യത്തിൽ വേണ്ടത് ഫണ്ട് തന്നെയാണ് എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും 4 മാസമായി ദുരന്തം നടന്നിട്ട് ഇത്ര കാലം എന്തുകൊണ്ടാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാത്തത് എന്ന വിമർശനത്തോട് തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം നടക്കുന്നതേയുള്ളൂ. അല്പസമയത്തിനകം അത് പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിനോട് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് തന്നെയാണ്. 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. വ്യക്തികൾക്ക് നൽകുന്ന സഹായം 1 മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ ഈ സമയത്ത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആജ്ഞ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അതിതീവ്ര ദുരന്തമാണോ ദേശീയ ദുരന്തമോ ആ കാറ്റഗറി അവിടെ നിൽക്കട്ടെ. അതിനുമപ്പുറം 1202 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളത്തിന്റെ ആവശ്യം. പക്ഷേ ഇന്നലെ കേന്ദ്ര സർക്കാർ നൽകിയ രേഖാമൂലമായ മറുപടിയിൽ ഒരു പ്രത്യേകതയുള്ള കാര്യം സൂചിപ്പിക്കുന്നു. അതായത് കേരളത്തിലുള്ള AG കേന്ദ്ര സർക്കാരെ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ കയ്യിൽ സഫീഷ്യന്റ് ഫണ്ട് ഉണ്ട്, അതുകൊണ്ട് ഈ ദുരന്തം മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഇപ്പോഴുണ്ട് എന്ന കാര്യമാണ്. അപ്പം അതേ നിലപാട് തന്നെ കേന്ദ്രം കോടതിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം കേരളത്തിന് എന്തുകൊണ്ട് പണം അനുവദിക്കില്ല എന്ന ചോദ്യം കോടതി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. യെസ്, ആജ്ഞയിലേക്ക് വരാം. അതിനു മുമ്പ് കെ വി തോമസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ കെ വി തോമസ്, ഈ വിഷയത്തിൽ നമുക്ക് കേന്ദ്രം ഇന്നലെ നൽകിയ മറുപടിയിൽ പറയുന്ന ഒരു കാര്യം, AG നൽകിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, അതിനാൽ നമുക്ക് ദുരന്തം അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സാമ്പത്തിക പരിമിതി ഇല്ല എന്നതാണ് കേന്ദ്രം പറഞ്ഞു എന്നതാണ്. അത് ഒട്ടും അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ലല്ലോ. അതാണ് നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്നത്. കാരണം ഈ സ്റ്റേറ്റ് SDRF സ്റ്റേറ്റ് ഫണ്ട് അത് 80% കേരളത്തിൽ 20% നമ്മുടെയാണ്. അത് കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതാണ്. ഇതിപ്പോ വയനാട് ദുരന്തം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഫണ്ട് നമുക്കുള്ളതാണ്. ഈ ഫണ്ടിന് മാത്രമല്ലല്ലോ വയനാട്ടിലേക്ക് എടുക്കേണ്ടത്, മറ്റു ദുരന്തങ്ങൾക്ക് കൊടുക്കണ്ടേ. അപ്പൊ ആ സമീപനം തന്നെ ശരിയല്ല. മറ്റൊന്ന്, കേന്ദ്ര സംഘം ഇവിടെ വന്ന് ഓഗസ്റ്റ് 10 പരിശോധിച്ച് നമ്മുടെ ചീഫ് സെക്രട്ടറി അവിടെ റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി വന്ന് അദ്ദേഹം വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 19-ാം തീയതി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി കൊച്ചിയിൽ ഒരു പരിപാടി
വന്ന് സർക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിന്റെ കൈവിട്ടില്ല, സഹായിക്കും. അപ്പൊ കേന്ദ്ര സംഘത്തിന്റെ തന്നെ റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ മുമ്പിലുണ്ട്, ജനകാര്യ മന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെ 388 കോടി ഉണ്ട്, അതിൽ എടുത്തുകൂടിയിട്ട് ചോദിക്കുന്നത് തന്നെ കേരളത്തെ കളിയാക്കലാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ഫണ്ടാണിത്. അവരുടെ 3 വർഷക്കാലമായ പ്രകൃതി ബന്ധത്തിൽ കാവൽ ചെലവ് നോക്കിയിട്ടാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. അതൊരു പുതിയ സംരംഭമല്ല. അപ്പൊ വയനാടിനെ സഹായിക്കണമെങ്കിൽ പ്രത്യേക സഹായം തന്നെ വേണം. വയനാട് ദുരന്തത്തിന് ശേഷം ഉണ്ടായ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായവർക്ക് എല്ലാ സഹായം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിലുള്ള ഒരു തകർച്ചയാണ് കാണുന്നത്. പ്രൊഫസർ കെ വി തോമസ്, ഇക്കാര്യത്തിൽ ഈ BJP നേതാക്കൾ ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദം കേരളം കണക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നതാണ്. ആ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അതുകൊണ്ട് ഈ കത്തി പറയുന്നില്ലല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഈ കത്തി പറയില്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സമയബന്ധിതമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ ദുരന്തം ഉണ്ടാകുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി മുഖ്യമന്ത്രി തന്നെ കത്ത്, അതിലാണ് ഈ നാഷണൽ ഡിസാസ്റ്റർ ഉൾപ്പെടുന്നെന്ന് പറയാൻ കാരണം പറഞ്ഞത്. അപ്പൊ പറയാൻ കാരണം ഞാൻ ഈ വകുപ്പ് 5 വർഷം കൈകാര്യം ചെയ്ത ഒരാളാണ്. അന്ന് ഞങ്ങൾ പറയും നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ജനവും കേന്ദ്രം വഹിക്കണം. അതല്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ ദുരന്തമാണെങ്കിൽ സ്റ്റേറ്റ് ഇന്ത്യയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ ഒരു കത്ത് കൊടുത്തത് നാഷണൽ ഡിസാസ്റ്റർ ഉൾപ്പെടുത്തണം. അപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. കേരളം ഒരു ഫൈനാൻഷ്യൽ മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ആയിട്ട് ഫോർമാറ്റ് ഉണ്ട്. എനിക്ക് ആ ഫോർമാറ്റ് അയച്ചു. ആ ഫോർമാറ്റ് ചീഫ് സെക്രട്ടറി കൊടുത്തു. ആ ഫോർമാറ്റ് അനുസരിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടില്ലാവുന്ന പരാതി കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതിരിക്കെ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരങ്ങനെ പറയുന്നത് ശരിയാണോ? അവരുടെയും കൂടി ഉത്തരവാദിത്തമല്ലേ കേരളത്തിന് സഹായം എത്തിക്കാന്നുള്ള. ഇവിടെ രാഷ്ട്രീയം കാണുന്നുള്ളൂ. ഒരു കാര്യം കാണുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന, കേരളത്തിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾക്ക് പോലും ഒരു വ്യൂഹം കേന്ദ്രമന്ത്രിമാരാ വരുന്നത്. അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് സംസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പോലും കാര്യങ്ങൾ പഠിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുക. എന്നിട്ട് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. പ്രതിപക്ഷം അത് തന്നെ ചെയ്യേണ്ടത്. പ്രൊഫസർ കെ വി തോമസ്, ഒരു കാര്യം കൂടി. ഇപ്പം പ്രധാനമന്ത്രി ഇവിടെ വരുന്നു, അദ്ദേഹത്തിന്റെ പതിവ് ശൈലിക്ക് വ്യത്യസ്തമായി അദ്ദേഹം ഒരു ദിവസം, ഒരു പകൽ ദിനം പൂർണ്ണമായും ഈ ദുരന്ത മേഖലകളിൽ ചിലവഴിക്കുന്നു. കേന്ദ്ര സംഘം വരുന്നു, അവരുടെ വിസിറ്റ്, കണക്കെടുപ്പ് ഇതെല്ലാം പൂർത്തിയാവുന്നു. അതിനുശേഷവുമുള്ള ഒരു നിലപാടായി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി പ്രതീക്ഷിക്കണോ എന്നൊരു സംശയം ഉണ്ടാവുന്നു. അത് സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കും. അതൊന്നും എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പിന്മാറാൻ കഴിയത്തില്ല. ഇത് നമ്മുടെ അവകാശം കൂടിയാണ്. ഇവിടെ മറ്റു ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ മാർഗങ്ങളിലേക്ക് ഞാൻ പറയേണ്ടത് അത് മുഖ്യമന്ത്രിയും ഗവൺമെന്റും പറയേണ്ടത്. പക്ഷെ അങ്ങനെ പിന്മാറാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. നമുക്ക് നമ്മുടെ അവകാശം ഔദാര്യമല്ല കേന്ദ്ര ഗവൺമെന്റ്. ആ കാര്യം എല്ലാവരും മനസ്സിലാക്കണം. കെ വി തോമസ്, ഒരു കാര്യം കൂടി. താങ്കൾ നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ ചോദിക്കുകയാണ്. നമുക്ക് ഈ രാഷ്ട്രീയപരമായി ഇത്തരം നിലപാടെടുത്ത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ എന്താണ് ഒരു സംസ്ഥാനത്തിന് പിന്നീടുള്ള പോരാട്ട വഴികൾ എന്താണ്? കോടതിയിൽ പോവാം, സ്വാഭാവികമാണ്. അങ്ങനെ സാധിച്ചെടുത്ത അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടോ? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് കേന്ദ്ര സഹായം സമയബദ്ധമായി കൊടുക്കും വിവിധ ലോൺസുകൾ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ അല്ലാതെ കൊടുക്കാത്ത സന്ദർഭം ഉണ്ടായിട്ടില്ല. ഇത് കൊടുക്കാത്തൊരു സന്ദർഭം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും അതിന് മാർഗങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ കേന്ദ്രത്തിന്റെ ഈ ഒരു നെഗറ്റീവ് അപ്രോച്ച് വെച്ച് നമുക്ക് വയനാട് സഹായം എത്തിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ എത്തിക്കും. അതിനൊക്കെ മാർഗങ്ങളുണ്ട് നമുക്ക്. നമുക്കതിന് പിന്മാറാനൊക്കെ ഇല്ല. വയനാട്ടിലെ ജനങ്ങളോടൊപ്പം നമ്മൾ കേരള ജനത നിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങളോടുള്ള കാലം ഈ പ്രശ്നത്തിന് എന്തായാലും പരിഹാരമുണ്ടാകും. വളരെ നന്ദി പ്രൊഫസർ കെ വി തോമസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കി. എന്തായാലും പ്രൊഫസർ കെ വി തോമസിന് ഇന്നലെ കേന്ദ്ര സർക്കാരാണ് രേഖാമൂലം ഈ അറിയിപ്പ് നൽകിയത്. അതിന് പ്രകാരം നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന സൂചന രേഖാമൂലം നൽകുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ വലിയ സഹായമുണ്ടെന്ന് ആവർത്തിക്കുന്നു. കേരളം കണക്ക് കൊടുത്തിട്ടില്ലെന്ന വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അത് അങ്ങേയറ്റം അടിസ്ഥാനരഹിതമാണ്. ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടും സംസ്ഥാനത്തിന് പതിവ് വിഹിതത്തിന് അപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഈ വയനാട് ദുരന്തത്തെ കാണാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ്. സംസ്ഥാനങ്ങൾക്കെല്ലാം തുല്യ പരിഗണനയല്ലേ നൽകേണ്ടത്? ദുരന്ത മേഖലകൾക്ക് കൂടുതൽ പരിഗണന കിട്ടേണ്ടത് ഇല്ലേ എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, നമുക്ക് ഈ വിഷയത്തിൽ
ഈ കേരളത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നത് അവശേഷിക്കുന്ന വഴി ഒരു നിയമ പോരാട്ടം മാത്രമാണ്. അതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നു വരുന്നതും. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ, ഈ ദുരന്തവും അതിൻ്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കിയുള്ള ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും സജിത്ത്, കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രിയാണ് നിത്യാനന്ദ റായിയാണ് ഈ കെ വി തോമസിന് കത്തിന് നിവേദനത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ആ മറുപടി കത്തിൽ പറഞ്ഞിരിക്കുന്നത് വയനാട് ചൂരൽമല ദുരന്തം മാത്രമല്ല, ഒരു പ്രകൃതി ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ചട്ടങ്ങളില്ല എന്നാണ് കേന്ദ്രത്തിന് മറുപടി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അതിതീവ്രമായിട്ടുള്ള ദുരന്തമാണെങ്കിൽ NDRF-ൽ നിന്ന് കൂടുതൽ ഫണ്ട് നൽകാനാകും, അല്ലാതെ ഒരു പ്രകൃതി ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ചട്ടം തൽക്കാലം ഇല്ല എന്ന് തന്നെയാണ് മറുപടി കത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല 394.99 കോടി രൂപ നീക്കിയിരിപ്പുണ്ടെന്ന് AG കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 388 കോടി ആദ്യം സംസ്ഥാനത്തിൽ 2024-25 സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രം കേരളത്തിന് 388 കോടി കൊടുത്തിട്ടുണ്ട്. അതിൽ 291.20 കോടി കേന്ദ്രത്തിന്റെ വിഹിതവും അതുപോലെ 96.80 കോടി സംസ്ഥാന വിഹിതവുമായിട്ടാണ്. മാത്രമല്ല നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ മുൻകൂറായി 145 കോടിയും നൽകിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ, അത് മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര ദുരന്ത നിവാരണ സേന ഇതുമായി ബന്ധപ്പെട്ട് നടത്തി കൂടുതൽ ഫണ്ട് ആവശ്യമാണ് എന്നുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ കൂടുതൽ ഫണ്ട് അനുവദിക്കാനാകൂ എന്നും നിത്യാനന്ദ റായി നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നുണ്ട്. അതാണ് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് ഒരു പ്രകൃതി ദുരന്തത്തെയും ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടം നിലവിലില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ, അതിന് അധികമായി ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് NDRF-ന്റെ ഭാഗത്തു നിന്നും കൂടുതൽ അധിക ഫണ്ടായി നൽകുന്ന ഒരു സാഹചര്യമേ നിലവിലുള്ളൂ. പക്ഷെ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് വയനാടിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇത് തമ്മിലൊരു ക്ലാഷ് ആകുന്നുണ്ട് എന്നാണ് ഈ കെ വി തോമസിന് അയച്ച കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്, യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ആഴ്ച നിലപാട് അറിയിക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകില്ലെന്ന് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നുവെന്ന് സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട് കോടതിയിൽ. ഒപ്പം തന്നെ അടുത്തയാഴ്ച ഇക്കാര്യത്തിൽ കേന്ദ്രത്തോട് നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. മതിയായ ഫണ്ട് കേരളത്തിന് ലഭ്യമാക്കിയെന്നാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട്. അതിതീവ്ര ദുരന്തമാണോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കൂടി ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് അതിതീവ്ര ദുരന്തമോ ദേശീയ ദുരന്തമോ എന്നതിനപ്പുറം കേരളത്തിന് മതിയായ പരിഗണന വേണ്ടേ? കേന്ദ്ര സഹായം കൂടി മുന്നിൽ കണ്ടാണ് നമ്മുടെ വികസന പദ്ധതികൾ, അവിടുത്തെ പുനരധിവാസ പദ്ധതികൾ കേരളം ആസൂത്രണം ചെയ്തത്. ഒരു കാര്യം കൂടി, ഈ കേരളത്തിൻ്റെ പുനരധിവാസ പദ്ധതികൾ അവിടുത്തെ 3 വില്ലേജുകളിൽ സ്ഥലം കണ്ടെത്തി അവിടേക്കൊരു പുതിയ ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഇതാണ് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി. വയനാട്ടിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ അതിന് തീർച്ചയായും പണം വേണം. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ട് ദുർബലമാണ്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും ദുർബലമാണ്. ഇവിടെ കേന്ദ്ര സഹായമാണ് പ്രധാനമായും നമുക്ക് ലഭ്യമാവേണ്ടത്. അവിടെ കേന്ദ്രം കണ്ണടച്ചാൽ കേരളം കോടതിയിൽ കൂടുതൽ കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകും. അങ്ങനെ തന്നെ കരുതേണ്ടി വരും അല്ലേ? യെസ്, അഞ്ഞിലേക്ക് വരാം. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ വലിയ നിയമ പോരാട്ടമാണ് നടക്കുന്നത്. അടുത്ത ആഴ്ച ഈ വിഷയത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്രത്തിന് കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. ദുരന്തം നടന്നിട്ട് 4 മാസമായി, ഇതുവരെ തീരുമാനമെടുത്തില്ലല്ലോ എന്ന് കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ വിമർശനവുമുണ്ട്. അത് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. കാരണം ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളായി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ വൈകുന്നു എന്നത് തീർച്ചയായും നിലപാട് അറിയിക്കേണ്ടതാണ്. സംസ്ഥാനത്തിന് ഇന്നലെ നൽകിയ രേഖാമൂലമായ മറുപടിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ കോടതിയിൽ സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാവണം എന്നതാണ് കോടതിയുടെ നിലപാട്. വ്യക്തികൾക്ക് നൽകുന്ന സഹായം 1 മാസത്തേക്ക് കൂടി നീട്ടിയെന്ന് സംസ്ഥാന സർക്കാരും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ തീരുമാനമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആജ്ഞ തുടരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് കോടതിയുടെ വിമർശനമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കാൻ വൈകുന്നു എന്ന ചോദ്യം കോടതി ഉന്നയിക്കുന്നുണ്ട്. ഉടനെ തീരുമാനമുണ്ടാകുമെന്ന കേന്ദ്രത്തിന്റെ മറുപടിയും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയപരമായി കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ
കോടതിയിലൂടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നതാണോ സർക്കാരിന്റെ നിലപാട്? തീർച്ചയായിട്ടും സജിത്ത്, കാരണം ഈ കോടതി തന്നെ അതിരൂക്ഷമായി വിമർശിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം ചേർന്ന ശേഷമേ ഈ കാര്യത്തിൽ, അതായത് വയനാടിന്റെ പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുമ്പോഴും ഹൈക്കോടതി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, 4 മാസമായി ഈ ദുരന്തം നടന്നിട്ട് ഈ 4 മാസത്തിനിടയിൽ ഇത് തീരുമാനിക്കാനായില്ലേ എന്നുള്ള കാര്യം, അത്തരമൊരു വിമർശനത്തിലേക്ക് ഹൈക്കോടതി വിരൽ ചൂണ്ടുമ്പോൾ സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന വ്യക്തമാവുകയാണ്. അല്ലെങ്കിൽ തീവ്രമായ അവഗണന കാരണമാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് കൈക്കൊള്ളുന്നതെന്ന് വേണമെങ്കിൽ സർക്കാരിന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനാകും. കാരണം ഈ പറഞ്ഞതുപോലെ വയനാട് ഇതുവരെ കേരളം ഫേസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. അത്തരത്തിലേക്ക് വരുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകളുടെ പുനരധിവാസം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിന്റെ ആവശ്യകത, ഇതൊക്കെ കേരളത്തെ സംബന്ധിച്ച് അതിതീവ്രമായി തന്നെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം സജിത്ത് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നിലപാട് എന്നുള്ള തരത്തിലേക്ക് അത് മാറുകയാണോ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മാറുകയാണ് എന്ന് സംസ്ഥാനത്തിന് ഒരുപക്ഷെ കോടതിയിൽ വാദിക്കാനാകും. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നിയമ നടപടികളുമായി അല്ലെങ്കിൽ നിയമപരമായുള്ള പോരാട്ടത്തിന് കൂടുതൽ സാധ്യതയാണ് കേരളം ഈ വിഷയത്തിൽ കണ്ടെത്തേണ്ടുന്നത് എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇതിൽ നിന്നുമായി നടക്കുന്ന വാദത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം വയനാടിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചിരുന്നതും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ, അതായത് കൂടുതൽ ഫണ്ട് നൽകില്ല എന്നാണ് കെ.വി. തോമസിന് നൽകിയിരിക്കുന്ന കത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. അതേസമയം കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, അത്തരത്തിൽ കൂടുതൽ ഫണ്ട് നൽകില്ല എന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്ന അതിരൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് തന്നെ ഈ വിഷയത്തിൽ മറുപടി നൽകാമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അടുത്ത ആഴ്ച കൃത്യമായ മറുപടി നിലപാട് കോടതിയെ അറിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സജിത്, കേന്ദ്ര സംസ്ഥാന പോരാട്ടം വയനാട് വിഷയത്തിൽ വലിയ തരത്തിലുള്ള നീക്കത്തിലേക്ക് മാറുകയാണ്. കോടതിയിലെ നിയമ പോരാട്ടം, കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ, അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയുടെ സഹായത്തോടെ തുക അനുവദിപ്പിക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കം, അതാണ് കാണുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടാവാത്ത അസാധാരണ നിയമ പോരാട്ടമായി ഇത് മാറിയേക്കാം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു പോരാട്ടമായി ഇത് മാറുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. ഒരു ഇടവേളയാണ്, മടങ്ങി വരാം.